2020 പാർട്ടി NDA മുന്നണിയിലേക്ക് വന്നതോടുകൂടി ജനങ്ങളുടെ അല്ലെങ്കിൽ BJPയുടെ NDAയുടെ അനുയായികളുടെ പ്രതീക്ഷ വളരെയധികം, അതിൻ്റെ ബാരോമീറ്ററിൻ്റെ മെർക്കുറി ലെവൽ വളരെയധികം ഉയരുകയുണ്ടായി. പക്ഷേ അവർ ചില സ്ഥാനാർത്ഥികളെ പ്രക്ഷേപിച്ച ആളുകൾ ഞെട്ടിപ്പോയി. നടിമാർ, ഗ്ലാമർ താരങ്ങളെയൊക്കെ സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അതിൽ ഒരു നടി ലക്ഷ്മി പ്രിയ, അവരുടെ പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ നിലവിലില്ല. കാരണമെന്ന് പറഞ്ഞാൽ അവർക്ക് വോട്ടില്ലായിരുന്നു. പലരും ചോദിക്കാറുണ്ട്, വോട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് എന്തിന് സ്ഥാനാർത്ഥിയാക്കി എന്നൊരു ചോദ്യം സാങ്കേതികമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഉത്തരം പറഞ്ഞാലോ? എന്ത് പറയും ചേട്ടാ? ഇത് സംഭവം ഭയങ്കരമായ കോമഡിയാണ്. അത് ഒരു തെരഞ്ഞെടുപ്പിനെ ഇത്ര ഗൗരവത്തോടെയാണോ സമീപിക്കുന്നത്? അതും കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കേരളത്തിലെ ഘടകകക്ഷി ഇത്ര ഗൗരവമേ കൊടുക്കുന്നുള്ളോ എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ്. ഇനി ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ശ്രദ്ധ പോവാം. ട്രോളാണോ? ട്രോളല്ല. സ്നേഹ ശ്രീകുമാർ, മനസ്സിലാക്കാൻ എളുപ്പത്തിന് മഴവിൽ മനോരമയിലെ മറിമായത്തിലെ മണ്ടോദരി. കഴിഞ്ഞ ഇടയ്ക്ക് അവര് വീണ്ടും ചർച്ചയായിരുന്നു. കാര്യം നമ്മുടെ ഈ കലാമണ്ഡലം സത്യഭാമ ഇവരെ ബോഡി ഷേമിംഗ് നടത്തുന്ന തരത്തിൽ ചില പ്രസ്താവനകൾ നടത്തി. അങ്ങനെ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഉയർത്തിയ ഒരാളാണ്. അവര് നടത്തിയൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: ജനിച്ചപ്പോൾ മുതൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലായതുകൊണ്ട് തന്നെ അവിടുത്തെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ കാര്യങ്ങളെ നേരിട്ട് കണ്ടു പരിചയമുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ സീറ്റ് 2020 കൊടുത്തത്? ഉറപ്പായും തൃപ്പൂണിത്തുറയിൽ BJPയുടെ നല്ല പ്രവർത്തകർ ഇല്ലാത്തത് കൊണ്ടല്ല. വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് പരിചയമുള്ളവർ ധാരാളം നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എന്തിന്? അഭിനേതാക്കൾ ചെയ്ത കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഉറപ്പായും അവരെ ഉദ്ഘാടനം, കല്യാണം, പിറന്നാൾ തുടങ്ങിയ പരിപാടികൾക്ക് പരിചയം കൊണ്ടോ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടോ ക്ഷണിക്കാറുണ്ട്. പക്ഷേ അതുപോലെ ഇലക്ഷന് വിളിച്ച് സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള തീരുമാനം എത്രത്തോളം ഈ നാടിനും രാജ്യത്തിനും ഗുണം ചെയ്യും എന്നതിൽ ആശങ്കയുണ്ട്. ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുമ്പോൾ ഇത്ര വർഷമായി പൊതുരംഗത്ത് നിൽക്കുന്ന, പ്രവർത്തിക്കുന്ന എന്ന് പറയുന്നതിന് പകരം 100-ൽ പരം സിനിമ ചെയ്തു എന്ന് പറയേണ്ടി വരുന്നത് ഗതികേട് തന്നെയാണ്. സ്ഥാനാർത്ഥികളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെന്ന് ഉറപ്പിക്കാനുള്ള അറിവ് അവർക്കില്ലെങ്കിലും അവരെ ഇതിന് ഇറക്കിയ ടീമിന് എങ്കിലും നോക്കാനുള്ള ഉത്തരവാദിത്തം ഇല്ലേ എന്നാണ് ഒരു സാധാരണ വോട്ടർ എന്ന രീതിയിലുള്ള അഭിപ്രായം. കലാരംഗത്തും പൊതുപ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള സ്ഥാനാർത്ഥികളോട് ബഹുമാനം എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ തൃപ്പൂണിത്തുറയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തൃപ്പൂണിത്തുറയിലും 2020 ഒരു സീരിയൽ സെലിബ്രിറ്റി, ഒരു സിനിമാ നടിയെ ആണ് നിർത്തിയേക്കുന്നത്, അഞ്ജലി നായർ. അപ്പോൾ അവരുടെ അതേ വിഭാഗത്തിലെ സഹപ്രവർത്തക തന്നെയാണ് അതിനെ ചോദ്യം ചെയ്ത് പരിഹാസ രൂപേണ ഈ പോസ്റ്റ് ഇട്ടേക്കുന്നത് എന്നുള്ളതാണ്. ഇനി അതുകൊണ്ടും തീർന്നില്ല. ഈ 2020യുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒന്ന് നോക്കാം. ഏറ്റുമാനൂരിൽ അവർ ആദ്യം നിർത്തിയത് വീണ നായർ. യോഗ്യത ബിഗ് ബോസിൽ പങ്കെടുത്തു, സീരിയലിൽ അഭിനയിക്കുന്നു. അഞ്ജലി നായരുടെ കാര്യം ഇപ്പൊ പറഞ്ഞു, സിനിമാ താരമാണ്. പിന്നെ തൃക്കാക്കരയിൽ 2020 നിർത്തിയേക്കുന്ന അഖിൽ മാരാർ ബിഗ് ബോസ് ആണ് യോഗ്യത, അടിസ്ഥാന യോഗ്യത ബിഗ് ബോസ് ആണ്. ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ യോഗ്യതയായിട്ട് അദ്ദേഹത്തിന് ഫേസ്ബുക്ക് വഴി ഒരുവിധപ്പെട്ട രാഷ്ട്രീയക്കാരെ എല്ലാം അദ്ദേഹം വിമർശിക്കാറുണ്ട്. സാമൂഹിക കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പ്രതികരണം നടത്താറുണ്ട്. അതൊരു അധിക യോഗ്യതയായിട്ട് പരിഗണിക്കാം. പിന്നെ പെരുമ്പാവൂരില് ലക്ഷ്മി പ്രിയ BJP അനുഭാവിയാണെന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയ ആളാണ്. പക്ഷെ അവർക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല. അത് പരിഗണിക്കാതെയാണ് 2020 അവരെ സ്ഥാനാർത്ഥിയാക്കിയത്. പിന്നെ അങ്കമാലിയില് പ്രോമി കുര്യാക്കോസ് ഒരു സീരിയൽ താരമല്ല, പക്ഷെ സീരിയൽ താരത്തിന്റെ ഭർത്താവാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. നമ്മുടെ മഴവിൽ മനോരമയില് വെറുതെ അല്ല ഭാര്യ എന്ന് പറഞ്ഞ് മുമ്പ് ഒരു ഇതുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ റിയാലിറ്റി ഷോ, അതിൽ പങ്കെടുത്ത ഒരു കണ്ടസ്റ്റന്റിന്റെ ഭർത്താവ് ആണ് ഈ പ്രോമി കുര്യാക്കോസ്. പിന്നീട് അദ്ദേഹവും സോഷ്യൽ മീഡിയയിൽ കണ്ടന്റുകൾ ചെയ്ത് അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ സുപരിചിതനുമാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഇപ്പോ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന രമേശ് പിഷാരടിയെ പരിഗണിച്ചാൽ അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായിട്ട് കോൺഗ്രസിന്റെ വേദികളിലെ പതിവ് സാന്നിധ്യമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞ ഒരാളും കൂടിയാണ്. പക്ഷേ ഇവരുടെയൊക്കെ എന്താണ് ഈ രാഷ്ട്രീയത്തിൽ ഇവരുടെ മുൻപരിചയം? ഇവരുടെ കാര്യത്തിൽ ഇവർ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും വിഷയത്തിലോ ഒരു പൊതുരംഗത്തോ എന്ത് അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആ രംഗത്ത് പ്രവർത്തന പരിചയം ഇവർക്കുണ്ടോ? ഈ വെറും ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം സ്ഥാനാർത്ഥി സാധ്യത കൊടുക്കുക വഴി വാസ്തവത്തിൽ
ഇപ്പോ കേരളത്തിൽ BJPക്ക് നമ്മൾ പൊതുവെ വിലയിരുത്തുമ്പോൾ ഒരു അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നിരിക്കെ തന്നെ 2020 ആ പറയുന്ന സാധ്യതയെ തച്ചുടച്ച് കളയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു മറിച്ചൊന്ന്, ഒന്നും അല്ലെങ്കിൽ ജനങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല. അഴിമതി മൂലം പൊതുപ്പണം നഷ്ടപ്പെടുത്തി നമുക്ക് വലിയ നഷ്ടമുണ്ടാക്കിയിട്ടുള്ളവരല്ലല്ലോ പൊതുപ്രവർത്തകർ വരാത്തതുകൊണ്ട്. ആ 2 ഫാക്ടർ. അതുകൂടാതെ സ്ത്രീകൾക്ക് നേരെ ഭീഷണി ഉയർത്തി സ്വന്തം പാർട്ടി ഓഫീസിലിരുന്നു കൊണ്ട് അവരെ ബലാത്കാരം ചെയ്ത വ്യക്തികളല്ലല്ലോ ഇവരാരും. അതെ. അങ്ങനെയുള്ള ആൾക്ക് കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്നില്ലേ? അങ്ങനെയുള്ള ആൾക്കാരെ സ്ഥാനാർത്ഥികളായിട്ട് CPM കൊണ്ടുവരുന്നില്ലേ? അവർക്ക് പിന്തുണ കൊടുക്കുന്നില്ലേ? ഇതൊക്കെ നടക്കുന്നിടത്ത് പൊതുശല്യമാവാതെ നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കും ആനന്ദം പകർന്ന ആൾക്കാരെന്നുള്ള നിലയിൽ ഈ സെലിബ്രിറ്റിക്ക് ഒരു വിലയുണ്ട്. നമ്മുടെ ഈ ജെൻസിയുടെ കാലത്ത് സെലിബ്രിറ്റികൾക്ക് ഒരു വിലയുണ്ട്. അങ്ങനെയാണല്ലോ ബലേൻ ഷാ നേപ്പാളിലെ അധികാരത്തിൽ വരുന്നത്. അങ്ങനെയാണല്ലോ സെലൻസ്കി നമ്മുടെ യുക്രൈനിൽ അധികാരത്തിൽ വരുന്നത്. അതിനൊരു വാല്യൂ ഇപ്പോൾ വന്നിരിക്കുന്നു. ആഡഡ് വാല്യൂ ഇപ്പോൾ പുതുയുഗത്തിൽ വന്നിരിക്കുന്നു. പരമ്പരാഗത രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട് ഒരു മാറ്റമാണത്. അങ്ങനെയാണല്ലോ സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാണ്. ഗണേഷ് കുമാർ കേരളത്തിൽ മന്ത്രിയാണ്. മുകേഷ് MLA ആയതും ആ താരമൂല്യം കൊണ്ടല്ലേ? പിന്നെന്തിനാ മോഹൻലാലിനെ കൊണ്ട് ഇന്നസെന്റ് വേറെ പത്രപ്രവർത്തകർ ആരും കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ മോഹൻലാലിനെ കൊണ്ട് പിണറായി ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചത്. അതിനൊരു വാല്യൂ ഉണ്ട് പരസ്യങ്ങളിൽ, ഗവൺമെന്റിന്റെ പരസ്യങ്ങളിൽ തന്നെ. ഇതൊക്കെ പറയുമ്പോൾ തന്നെയും ഇപ്പൊ ട്രോളുകൾ വരുന്നത് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് പോലും ഇല്ലാത്ത ആളുകളെ സ്ഥാനാർത്ഥിയാക്കുക വഴി ഇപ്പൊ ട്രോള് വന്നേക്കുന്നത് 2020 അടുത്ത ഒഡീഷൻ വെച്ചേക്കുന്നു സ്ഥാനാർത്ഥികളെ ഓരോ മണ്ഡലങ്ങളിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ സ്ഥാനാർത്ഥി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാകുക എന്നുള്ളതാണ് ആദ്യ യോഗ്യത. കൂടാതെ എന്തെങ്കിലുമൊക്കെ ഇതേപോലുള്ള പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഏതായാലും അവർക്ക് നേരിയൊരു ആശ്വാസം ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റുമാനൂരില് വീണ നായർക്ക് പകരം ആതിര D നായർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, 25 വയസ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ തൽക്കാലം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ആതിര D നായരും ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. ഇനി അവർക്ക് വോട്ടുണ്ടോ അത് നോക്കിയിട്ടാണോ? അതുണ്ടായിരുന്നു. നമ്മൾ ഒന്നും വേണ്ട. ഇവർ നേരത്തെ ലക്ഷ്മി പ്രിയയാണെങ്കിലും നല്ല കാൻഡിഡേറ്റ് ആണെന്ന് എൻ്റെ അഭിപ്രായം. കുറച്ച് രാഷ്ട്രീയ ബോധം കൂടെ ഉള്ള ആളാണ്. അവരായ ഒരു സൈറ്റ് ഉണ്ട്, ആകാശവാണിയിൽ എപ്പോഴും പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിലൊന്ന് കയറി തനിക്ക് വോട്ടുണ്ടോ എന്നൊന്ന് കൺവെൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പോട്ടെ വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ ചെന്നിട്ട് എനിക്ക് വോട്ടുണ്ടോ, അല്ലെങ്കിൽ കളക്ടറേറ്റിൽ ചെന്നിട്ട് അവിടെ ഇലക്ഷൻ സെല്ലുണ്ട്, അവിടെ ഒന്ന് ചോദിച്ചു. ഈ വീണ നായർ നടത്തിയൊരു പ്രതികരണം ഭയങ്കര രസകരമാണ്. പറയൂ. ഞാൻ ഇതിനു മുമ്പ് വോട്ട് ചെയ്തിട്ടില്ല, വോട്ട് ചെയ്യാൻ തോന്നുമ്പോഴല്ലേ ചെയ്യാറുള്ളൂ. അപ്പോൾ വോട്ട് പോലും ചെയ്യാൻ മര്യാദക്ക് തീരുമാനിച്ചിട്ടില്ലാത്ത ഒരാൾ കൂടിയാണ് സ്ഥാനാർത്ഥിയായി വന്നത് എന്നുള്ളത് കൂടിയാണ് രസകരമായ സംഗതി. ഇനി ഒരു കൂടിയുണ്ട്. BJP കുണ്ടറയിൽ നിർത്തിയ സ്ഥാനാർത്ഥി റോബിൻ രാധാകൃഷ്ണൻ, അദ്ദേഹവും ഒരു ബിഗ് ബോസ് താരമാണ്. അപ്പോ BJP 2020 മാത്രമല്ല BJPയും ഇത്തരത്തിലുള്ള ആൾക്കാരെ പരിഗണിച്ചിട്ടുണ്ട്. ഇന്ന് വേറൊരു കാര്യം കൂടി ഉണ്ട് പറയാം. ഇനി ഇപ്പോഴും വോട്ടിൽ വരാം, വോട്ടേഴ്സ് ലിസ്റ്റിൽ വരാം. കാരണം താമസിച്ചാണ് ആപ്ലിക്കേഷൻ കൊടുത്തതെങ്കിൽ അത് വിളിച്ചു വരുത്തും. അവിടെ ഒരു ഹിയറിംഗ് ഉണ്ട്. ഹിയറിംഗിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ആയിട്ടില്ലല്ലോ, ഇല്ല, വരെ നിങ്ങൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരാം. ലക്ഷ്മി പ്രിയയുടെ ചെറുപക്ഷെ നാളെ വരുമെന്ന് അവർ വിചാരിച്ചാൽ വരുത്താവുന്നതേ ഉള്ളായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.